ശബരിമല സ്വർണ്ണ കൊള്ള സംബന്ധിച്ചത് വിഷയം അത് ജനങ്ങളെ ബാധിച്ചിട്ടുണ്ട്. അതിനകത്ത് സംശയമൊന്നുമില്ല. പിന്നെ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ആണെങ്കിലും വന്നപ്പോൾ പറഞ്ഞ നമ്മൾ ഇന്ത്യ മുന്നണിയുടെ തലവനാണ്. പിന്നെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷിയാണ് CPM BJP. അദ്ദേഹം ചോദിച്ച വളരെ പ്രസക്തമായ, അദ്ദേഹം അങ്ങനെ ചോദിക്കാൻ ജനങ്ങളത് ചിന്തിക്കാതിരിക്കൂ. കാരണം വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ഇന്ത്യയിലെ പ്രതിപക്ഷത്തുള്ള എല്ലാ ഗവൺമെൻറ്റുകളെയും പ്രതിപക്ഷത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഒരുപാട് നടപടികളെ നേരിടേണ്ടി വന്നു ഈ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ. എന്തുകൊണ്ട് ഒരു നടപടിയെയും പിണറായി വിജയൻ കരുവന്നൂർ സഹകരണ ബാങ്കിലെ ക്രമക്കേട് അന്വേഷണം, സ്വർണ്ണക്കടത്ത് കേസ്, പിന്നെ സ്വർണ്ണക്കടത്ത് കേസ് നമുക്കറിയാം, സ്വപ്ന സുരേഷൊക്കെ ഉന്നയിച്ച് വളരെ അതിഗുരുതരമായ ആരോപണം. ഇതെല്ലാം അന്വേഷണം എല്ലാം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇതിലേ പോയെന്ന് ആർക്കും അറിയത്തില്ല. മറുഭാഗത്ത് സുരേന്ദ്രനെതിരെ ആരോപണം വന്നു, പിന്നെ കുഴൽപ്പണം കടത്തി തെരഞ്ഞെടുപ്പ് കാലത്ത്. സുരേന്ദ്രന് ഒന്നും ഒരു കേസും ബാധിച്ചില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം കേരളത്തോട് മാത്രം, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ്റിനോട്, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനോട് മാത്രം എന്തുകൊണ്ട് മോദി ഒരു ഗവൺമെൻറ് ഒരു കൺസിഡറേഷൻ കാണിക്കുന്നു എന്നൊരു ചോദ്യം അതുകൂടി ഇപ്പം കോൺഗ്രസ്സുകാർ എടുത്ത് രാഹുൽ ഗാന്ധി പറയുമ്പോൾ അതിന് വളരെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. സർക്കാർ കോടികൾ മുടക്കിയുള്ള പരസ്യത്തിലൂടെ സർക്കാരിൻ്റെ ആ സർക്കാർ ഭരണവിരുദ്ധ വികാരം മറച്ചു വെക്കാൻ വേണ്ടി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നിക്കത്തക്ക നിലയിൽ പരസ്യം പ്രചാരണത്തിലൂടെ, ഒരു പ്രൊപ്പഗണ്ടയിലൂടെ ജനങ്ങളെ സ്വാധീനിക്കാനുള്ള ശ്രമം നടത്തിയത് ഒരു ഭാഗത്ത്. പിന്നെ നമുക്കറിയാം, ഏറ്റവും അടുത്ത ഒരു ഭരണം തീരുന്ന അല്ലെങ്കിൽ ഇലക്ഷൻ വിജ്ഞാപനം വരുന്നതിന് അടുത്ത ഒരു 2-3 ആഴ്ചക്കാലം ആയിരക്കണക്കിന് ഉത്തരവുകളാണ് അതുവരെ ഈ 5 വർഷം 10 വർഷം നടത്താതിരുന്ന പല കാര്യങ്ങളും. അതിൽ ഈ സർക്കാരിനെതിരെ തുടക്കം മുതൽ മറുഭാഗങ്ങൾക്കെല്ലാം ആക്ഷേപമുള്ള സ്വജനപക്ഷപാതം മുതലുള്ള പിൻവാതിൽ നിയമനം അടക്കമുള്ള കാര്യങ്ങളെ റെക്ടിഫൈ ചെയ്യാൻ കഴിയും വിധമുള്ള ഉത്തരവുകൾ, അല്ലെങ്കിൽ പിൻവാതിലൂടെ കയറിയവരെ സ്ഥിരപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പല നടപടികളും തൊട്ട്, അതേസമയം പല മതവിഭാഗങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു കൊടുക്കുന്ന ഒരു 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 ഇത്. ഉദാഹരണത്തിന് ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നൂറുകണക്കിന് ആയിരക്കണക്കിന് ഓരോ മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടായി. ഇപ്പോൾ സ്കൂളുകളുടെ നിയമന പ്രശ്നത്തിൽ, ഭിന്നശേഷി നിയമനത്തിൽ NSSന് അനുകൂലമായ ഒരു നിലപാട്, NSS കോടതിയിൽ പോയി അവരുടെ അനുകൂലമായ ഒരു നിലപാട് വരികയും അതനുസരിച്ച് സർക്കാർ പെട്ടെന്ന് ആ NSSന് മാത്രമായി അത് നടപ്പിലാക്കുള്ളൂ എന്ന് ഒരു കടുംപിടുത്തം പിടിച്ച ഒരു സ്ഥിതി നമ്മൾ കണ്ടതാണ്, പൊതുവിദ്യാഭ്യാസ മന്ത്രി അടക്കം. പക്ഷേ അതിനുശേഷം പിന്നീട് മറ്റ് സമുദായങ്ങൾ അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്തിയപ്പോൾ അതിൽ നിന്നെല്ലാം പുറകോട്ട് പോയി. എല്ലാ മതവിഭാഗങ്ങളും, എന്തിന് പെന്തക്കോസ്ത് വിഭാഗത്തെ മറ്റ് സഭകൾക്ക് തുല്യമാക്കി മാറ്റും. അതൊരു സർക്കാർ ചെയ്യേണ്ട കാര്യമാണോ? അതിന് വരെ സർക്കാർ തയ്യാറായി. ഏതെല്ലാം മതവിഭാഗങ്ങളെ പ്രീണിപ്പിക്കും. അവിടെയാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. യഥാർത്ഥ ഇടതുപക്ഷക്കാരായ ആളുകൾ, ഇടതുപക്ഷത്തിന് പ്രതീക്ഷിക്കുന്ന കുറേ പുരോഗമന സ്വഭാവവും കുറേയധികം മൂല്യങ്ങളുമുണ്ട്. ജനം പ്രതീക്ഷിക്കുന്ന ആ പുരോഗമന മൂല്യങ്ങളെല്ലാം റദ്ദ് ചെയ്യുന്ന നിലയിൽ പല തീരുമാനങ്ങളും ഈ ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് പല നടപടികളും ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് പല യഥാർത്ഥ ഇടതുപക്ഷക്കാരായ പല ആളുകളും അവരൊന്നും പരസ്യമായി പ്രതികരിക്കുന്നില്ല. ഡോക്ടർ ആസാദ് അദ്ദേഹം തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ CPM അല്ല യഥാർത്ഥ ഇടതുപക്ഷം, കോൺഗ്രസ് ആണ് കൂടുതൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന ധാരാളം ഇടതുപക്ഷക്കാരുണ്ട്. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കറിയാം, ഈ തദ്ദേശ ഇലക്ഷന് ശേഷമാണല്ലോ ഗവൺമെന്റിന്റെ അതുവരെയുള്ള ഭരണവിരുദ്ധ വികാരം മാറ്റാൻ വേണ്ടി സർക്കാർ ശ്രമിച്ചത്. അതിനുശേഷം ഉണ്ടായ ഓരോരോ ഇൻസിഡന്റ് എടുത്ത് പരിശോധിച്ച, ഇപ്പൊ ആന്റണി രാജുവിന്റെ കാര്യത്തിൽ ഉണ്ടായ വിധി വളരെ മോശപ്പെട്ട ഒരു ആക്ഷേപമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത്. അദ്ദേഹത്തെ തൊണ്ടി മുതലിൽ കൃത്രിമത്വം കാണിച്ചു എന്ന് പറയുമ്പോൾ അതെല്ലാം ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ
കെ ബി ഗണേഷ് കുമാറിനെതിരായി ഉയർന്ന ആക്ഷേപം എത്രയോ ഗുരുതരമായ അദ്ദേഹത്തിൻ്റെ ഭാര്യ പിന്നെ അതൊരു കുടുംബ പ്രശ്നമായിയൊക്കെ അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക. ഇനി ഇതൊന്നുമല്ല, ഇതൊക്കെ കൂടാതെ കേരളത്തിലെ മതേതര വിശ്വാസികളെ പറ്റി കേരളം എന്ത് പറഞ്ഞാലും കേരളത്തിൽ പൊതുവേ ഒരു ഇടതുപക്ഷ മനസ്സുണ്ട്, ഒരു മതേതര മനസ്സുള്ള നാടാണ് കേരളം. ആ മനസ്സുകളെ സംബന്ധിച്ചിടത്തോളം വ്രണപ്പെടുത്തിയ ഒരു കാലം മുൻകാലങ്ങളിൽ ഈ LDF അല്ലെങ്കിൽ CPM ഇടതുപക്ഷവുമൊക്കെ മതേതര കാര്യത്തിൽ ഓരോ ഒത്തുതീർപ്പിനും വിട്ടുവീഴ്ചയ്ക്കും വെള്ളം ചേർക്കുന്നതിനും തയ്യാറായിട്ടില്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എടുത്തു കാണിക്കാവുന്ന ഒരു സമീപകാലത്ത് 2016 ശേഷം നിരവധി ഉദാഹരണങ്ങളുണ്ടെങ്കിലും ഈ ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ, NDA മുന്നണി സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു, പാർട്ടി വീതം വെച്ചു. 2020 എറണാകുളം ജില്ലയിൽ 2 അല്ലെങ്കിൽ 3 നിയോജക മണ്ഡലത്തിനപ്പുറം ഒരു ഒറ്റ അനുയായി പോലും ഇല്ലെന്ന് നമുക്കറിയാം. പക്ഷേ പാർട്ടി നേതൃത്വം ഇരുന്ന് സീറ്റ് വിഭജിച്ചു. BJPയിലെ പോലും പ്രമുഖ നേതാക്കൾ അറിയുന്നില്ല. BJP സംസ്ഥാന അധ്യക്ഷൻ എവിടുന്നോ കിട്ടിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 10 സീറ്റ് ചോദിച്ച 2020 20 സീറ്റ് കൊടുക്കുകയാണ്. ആ 19 സീറ്റ്, ആ 19 സീറ്റ് വരുന്നത് റാന്നി ഉൾപ്പെടെ, ശബരിമല ഉൾപ്പെടുന്ന റാന്നി ഉൾപ്പെടെ, കോന്നി ഉൾപ്പെടെ നിർണായകമായ പല മണ്ഡലങ്ങളും കഴിഞ്ഞ പ്രാവശ്യം കെ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് വരെ പറഞ്ഞ BJPയുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അധ്യക്ഷനായിരുന്ന കെ സുരേന്ദ്രൻ 35,000 പരം വോട്ട് ജയിച്ച കോന്നി ഉൾപ്പെടെ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതിൽ തന്നെ 2020 കൊടുത്ത സീറ്റുകൾ അത് കേരളീയര് എല്ലാവരും വലിയ മണ്ടന്മാരാണെന്ന് ഒരു പാർട്ടിയും ധരിക്കാൻ പാടില്ല. ഇതിൽ നേരിട്ട് ജനങ്ങളുടെ തെളിവുണ്ടാവില്ല. പക്ഷേ ഇതൊക്കെ കൂട്ടി വായിക്കാൻ ജനങ്ങൾക്ക് പറ്റും. ഇതിലെവിടെയൊക്കെയോ അന്തർധാരകൾ ഉണ്ടെന്ന് ജനങ്ങൾ സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ? കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും വീറും വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, നിലവിലുള്ള സർക്കാരിന്, അതിനെ നയിക്കുന്ന CPMന് ഇന്ത്യയിൽ തന്നെ കേരളത്തിൽ മാത്രമാണ് അവർക്കൊരു സർക്കാരുള്ളത്. വേറെ ബംഗാൾ, ത്രിപുര എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു ഭരണം ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ CPMൻ്റെ CPIയുടെയും രാഷ്ട്രീയ സാന്നിധ്യം ഇന്ത്യയിൽ ഉണ്ടെന്ന് അറിയിക്കാൻ ഭരണമുള്ള ഏക സംസ്ഥാനമായ കേരളത്തിൽ അത് നിലനിർത്താൻ വേണ്ടിയുള്ള ജീവൻ മരണ പോരാട്ടത്തിലാണ് അവർ നിൽക്കുന്നത്. മറുഭാഗത്ത് കോൺഗ്രസ് ആവട്ടെ, കോൺഗ്രസിന് 10 വർഷം, നമ്മൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ കാലത്തും 5 വർഷം കൂടുമ്പോൾ ഭരണമാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. കാരണം കേരളത്തിൽ എപ്പോഴും ജനങ്ങൾ ഭരണത്തെ വിലയിരുത്തി മുന്നോട്ട് പോകുന്ന അത്ര രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഭരണത്തിൻ്റെ ഏതെങ്കിലും വീഴ്ചകൾ അത് ഹൈലൈറ്റ് ചെയ്യപ്പെട്ടാൽ അതാവും അതിന് രാഷ്ട്രീയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അതിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുന്ന സ്ഥിതിയാണ് എന്നും ഉണ്ടായത്. പക്ഷേ 2021 അതിനൊരു വ്യത്യാസമാണ്. 2016 LDF ഗവൺമെൻറ്, പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നു. 2021 സംഭവിച്ചത്, അതിനിടയ്ക്കാണ് കോവിഡിൻ്റെ വലിയൊരു മഹാമാരി കേരളത്തിൽ വരുന്നത്. അതുപോലൊരു പ്രത്യേക ഒരു സിറ്റുവേഷൻ വരുമ്പോൾ, ഒരു ദുരന്തത്തിൻ്റെ സാഹചര്യം വരുമ്പോൾ ആരാണോ ഭരണത്തിൽ ഇരിക്കുന്നവർക്ക് അവർക്ക് ഏകപക്ഷീയമായി ഒരുപാട് കാര്യങ്ങൾ ഭരണം നടത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. ആ സമയത്ത് പ്രതിപക്ഷത്തിന് ഏതൊക്കെ കാര്യങ്ങൾ വിമർശിക്കാനുണ്ടെങ്കിലും വിമർശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വരും. അപ്പോൾ അത് മാത്രമല്ല, 2016 മുതൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേക സിറ്റുവേഷൻ,
ആ പരമ്പരാഗത രീതിക്ക് തന്നെ മാറ്റം വന്നു. 2016 മുതലാണ് ഈ പ്രൊഫഷണലായ പബ്ലിക് റിലേഷൻ വർക്ക് ആരംഭിക്കുന്നത്. അതിനു മുമ്പൊക്കെ കോൺഗ്രസ് ആവട്ടെ CPM ആവട്ടെ അവരവരുടെ സംഘടനാപരമായ മെഷീനറി ഉപയോഗിച്ച് രാഷ്ട്രീയമായി പ്രചരണ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും പാർട്ടി ഘടകങ്ങൾ തന്നെ ആ പ്രചരണം നടത്തുകയുമായിരുന്നു. 2016 മുതൽ ഈ സ്ഥിതിക്ക് മാറ്റം വന്നു. അത് മാറ്റം കൊണ്ടുവന്നത് യാതൊരു സംശയവുമില്ല LDF ആണ്. ആ പബ്ലിക് റിലേഷൻ പ്രവർത്തനം അതിനെ പ്രൊഫഷണലായി ഉപയോഗപ്പെടുത്തുന്നത്. 2016 അത് ആ PR വർക്ക് അതിൻ്റെ പ്രയോജനം രാഷ്ട്രീയമായി നല്ലപോലെ LDFന് ഗുണം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെങ്കിലും അതിനെ ഒരുപാട് വിമർശനങ്ങൾ ഉയർത്തി ആ സർക്കാരിൻ്റെ പ്രതിച്ഛായ തകർക്കുന്നതിലൊക്കെ അന്നത്തെ PR സംവിധാനത്തിന് LDFന് ഫലപ്രദമായി സാധിച്ചു. അതിനുശേഷം 2021 ഈ കോവിഡിൻ്റെ സാഹചര്യത്തിലൊക്കെ മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ ഉയർത്തിക്കാട്ടിക്കുന്നത്, അദ്ദേഹത്തെ ആ നിലയിൽ ഒരു വലിയ ബിംബമായി ഉയർത്തിക്കാട്ടുന്നത്, അത് നമുക്കറിയാം. പല രീതിയിലുള്ള ഒരു പ്രചരണം അന്നുണ്ടായത് നമുക്കറിയാം. അത് കപ്പിത്താനെന്നും പല രീതിയിലുള്ള വിശേഷണങ്ങളായിട്ട്, ക്യാപ്റ്റനായിട്ട്, കാരണഭൂതനായിട്ട് ഒക്കെ ഒരു ലീഡറിലേക്ക്, ഒരു നേതാവിലേക്ക് ഇതിൻ്റെ എല്ലാം ഭരണ നേട്ടങ്ങളെല്ലാം ഉയർത്തിക്കാട്ടുന്ന ഒരു സ്ഥിതി 2021. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പ്രയോജനം അവർക്കുണ്ടായി. അവിടുന്ന് 2026 വരുമ്പോൾ പിന്നീടുള്ള 5 വർഷമുണ്ടായ മാറ്റം എന്ന് പറയുന്നത് 2021 അടിത്തറ തകർന്നു പോയ UDFന് അവരുടെ പരമ്പരാഗതമായി കിട്ടിയിരുന്ന പല വോട്ടുകളും 2021 അവർക്ക് നഷ്ടപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് മധ്യ കേരളത്തിലൊക്കെ ക്രൈസ്തവ വിഭാഗത്തിൻ്റെ ഉൾപ്പെടെ പരമ്പരാഗത വോട്ടുകൾ UDFന് 2021 നഷ്ടപ്പെട്ടു. 2021 UDF പരാജയപ്പെടുമ്പോൾ UDFൻ്റെ ഒരു ജനകീയ അടിത്തറ അത് തന്നെ പാടെ തകർന്നു പോയിരുന്നു. അതിന് പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ കേരള കോൺഗ്രസിൻ്റെ മാണി വിഭാഗം പിണങ്ങി മാറി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വം മാറി. ഇതൊക്കെ മധ്യ കേരളത്തിൽ ദോഷം ചെയ്തു എന്ന് കരുതുന്ന ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ ഉപരി 2019 ലോക്സഭാ ഇലക്ഷന് പരാജയത്തിന് ശേഷം LDF ചില രാഷ്ട്രീയ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. ഒന്ന്, അവര് ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കിടയിലേക്ക് തങ്ങൾ വിശ്വാസത്തിനെതിരല്ല എന്ന നിലയിൽ ഭവനങ്ങൾ സന്ദർശിച്ചവർ ആളുകളെ ബോധ്യപ്പെടുത്തി. ഇതുകൂടാതെ മറ്റൊരു ചടുലമായ രാഷ്ട്രീയ നീക്കം നടന്നത് ഈ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകൾ, ന്യൂനപക്ഷ വോട്ടുകൾ ഒരുമിച്ച് UDFൻ്റെ പെട്ടിയിൽ വീഴുന്നതാണ് UDFൻ്റെ രാഷ്ട്രീയ നേട്ടത്തിന് എപ്പോഴും കാരണമാകുന്നത് എന്ന് വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യമായി ഈ 2 വിഭാഗങ്ങളെ തമ്മിൽ, ജനവിഭാഗങ്ങളെ, മതവിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കത്തക്ക നിലയിൽ ഒരു നറേറ്റീവ് ചില അജ്ഞാത കേന്ദ്രങ്ങളിൽ നിന്ന് രൂപപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു ഇസ്ലാമോഫോബിയ എന്ന് പറയാവുന്ന തരത്തിൽ ശക്തമായൊരു മുസ്ലിം വിരോധം, അത് ഒരുപക്ഷെ അതിൻ്റെ മതമേലധ്യക്ഷന്മാർ പോലും അത് പരസ്യമായി പ്രകടിപ്പിക്കുന്ന നിലയിലേക്ക് വരികയും UDF അധികാരത്തിൽ വന്നാൽ മുസ്ലിം ലീഗായിരിക്കും പിന്നെ ഭരിക്കുന്നത് എന്ന നിലയിൽ കൂടിയൊക്കെ പ്രചരണം വരികയും അത് ഫലത്തിൽ UDFന് കാലങ്ങളായി കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത വോട്ടുകൾ പലതും നഷ്ടപ്പെടുത്തുന്ന ഒരു സ്ഥിതി മധ്യ കേരളത്തിലുണ്ടായി. അങ്ങനെ വ്യത്യസ്തമായ പല കാരണങ്ങളാൽ, അതോടൊപ്പം തന്നെ അന്ന് ഭരണത്തെ നയിച്ചെന്ന് മുഖ്യമന്ത്രിയുടെ ഈ പബ്ലിക് റിലേഷൻ വർക്കിലൂടെയൊക്കെ ലഭിച്ച കോവിഡിനെ നേരിട്ട കരുത്തനായ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പ്രചാരണവും എല്ലാം കൂടി ആയപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ നേരിടാൻ തക്ക പ്രൊഫഷണൽ പ്രചരണ സംവിധാനങ്ങളോ
സംഘടന സംവിധാനങ്ങളോ UDF-ന് ഇല്ലാതെ പോയി. അത് വലിയൊരു കനത്ത പരാജയത്തിലേക്ക് UDF-നെ നയിച്ചു. ഇതിൻ്റെ എല്ലാം യഥാർത്ഥ കാരണങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ട് പ്രതിപക്ഷ നേതൃനിരയിലും കോൺഗ്രസിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വരുത്തുകയും അതിനുശേഷം പ്രതിപക്ഷത്തെ നിന്ന് നയിച്ചവർ ശക്തമായ ചില നിലപാടുകളിലൂടെ ഈ നഷ്ടപ്പെട്ട പോയ പരമ്പരാഗത വോട്ടുകളെ തിരിച്ചു കൊണ്ടുവരാൻ നടത്തിയ ശ്രമങ്ങൾ പിന്നീട് ഫലം കാണുന്നതും നമുക്ക് അത് വിലയിരുത്താൻ ഉപതെരഞ്ഞെടുപ്പുകൾ മാത്രം നമ്മൾ വിലയിരുത്തിയാൽ മതി. നമ്മൾ കണ്ടത് തദ്ദേശ ഇലക്ഷൻ്റെ ചരിത്രം പരിശോധിച്ചാൽ തന്നെ 2010 ഒരു അപവാദം ഒഴിച്ചാൽ ബാക്കി എല്ലാ തെരഞ്ഞെടുപ്പുകളിലും കേരളം ആര് ഭരിച്ചാലും തദ്ദേശ ഇലക്ഷനിൽ LDF ജയിക്കും. അത് കാരണം പ്രാദേശികമായി സംഘടനാ സംവിധാനം, കേഡർ പാർട്ടി എന്ന നിലയിൽ സംഘടനാ സംവിധാനമുള്ളത് കൊണ്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് LDF-ന് വിജയിക്കാൻ സാധിച്ചിരുന്നു. പക്ഷേ ചരിത്രത്തിലില്ലാത്തതുപോലെ ഇത്തവണ 2025 ഡിസംബറിൽ നടന്ന തദ്ദേശ ഇലക്ഷനിലും CPM LDF കനത്ത പരാജയത്തെ നേരിടുന്നതാണ് കണ്ടത്. ഇവിടെ വളരെ വ്യക്തമായി തെളിഞ്ഞു വരുന്ന ഒരു കാര്യം, അത് ഈ പ്രതിപക്ഷത്തിൻ്റെ മികവ് അല്ലെ കോൺഗ്രസിൻ്റെ പ്രവർത്തന മികവ് എന്നതിനേക്കാൾ ഉപരി ജനങ്ങൾക്കിടയിലുള്ള ഭരണവിരുദ്ധ വികാരം, ആ ഭരണവിരുദ്ധ വികാരമാണ് ഈ തുടർച്ചയായ പരാജയങ്ങളുടെ LDF-നെ സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഒരിക്കലും ഇതുപോലെ തുടർച്ചയായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒരു സർക്കാരും പരാജയപ്പെട്ടിട്ടില്ല.